നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവേഗപ്പുറ തൂതപ്പുഴയിൽ നിർമ്മിക്കുന്ന കാലടിക്കുന്ന് റെഗുലേറ്ററിന്റെ നിർമ്മാണോദ്ഘാടനം ഈ മാസം 11 നടക്കും. ഇതിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തൂതപ്പുഴയിലെ തിരുവേഗപ്പുറ പൈരിപ്പുറത്താണ് കാലടിക്കുന്ന് റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു. മഴ തുടങ്ങിയതോടെ പ്രവൃത്തികൾ നിർത്തിവച്ചിരിക്കുകയാണ്. 25.5 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജനുവരിയിൽ തുടങ്ങിയ പ്രവൃത്തികളിൽ 3 തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായി വരികയാണ്. 2 തൂണുകളുടെ പണി തുടങ്ങിയിട്ടുണ്ട്. 9 തൂണുകളാണ് നിർമ്മിക്കുന്നത്. 8 ഷട്ടറുകളും ഉണ്ടായിരിക്കും. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. തിരുവേഗപ്പുറ പഞ്ചായത്തിനെയും മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. ഇരു പ്രദേശങ്ങളിലെയും കുടിവെള്ളക്ഷാമ പരിഹാരത്തിനും ജലസേചനത്തിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ ഔപചാരികമായ നിർമ്മാണോദ്ഘാടനം ഈ മാസം 11 വൈകുന്നേരം 4 മണിക്ക് തിരുവേഗപ്പുറയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. ഇതിന്റെ നടത്തിപ്പിനായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. മുഹമ്മദ് മോസിൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VTA കരീം, ബാലസുബ്രഹ്മണ്യൻ, ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് അംഗം മെറീഷ്, TP അഹമ്മദ്, PK സതീശൻ, T ഹൈദ്രു, പരമേശ്വരൻ, ഗോവിന്ദൻ, ഹമീദ് പാറക്കൽ, MV അനിൽകുമാർ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് നമ്മൾ നേരത്തെ നിർമ്മാണോദ്ഘാടനത്തിന് പറഞ്ഞിരുന്നെങ്കിലും വർക്ക് തടസ്സം വരാതിരിക്കാൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്നാലും നമ്മൾ നേരത്തെ നിർമ്മാണോദ്ഘാടനത്തിന് മന്ത്രി വരാമെന്ന് പറയുകയും അത് ഈ വരുന്ന 11 തീയതി ഉച്ചയ്ക്ക് 3 മണിക്കാണ് നമുക്ക് സമയം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് തിരുവേഗപ്പുറക്കാരുടെ ചിരകാല സ്വപ്നമാണ് തിരുവേഗപ്പുറം പറയുന്നത്. കാലങ്ങളുടെ ആവശ്യമാണ്. അപ്പൊ അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ നിർമ്മാണോദ്ഘാടനം വളരെ മികച്ച രീതിയിൽ ഒരു പരിപാടി നടത്തണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ യോഗം. തൃത്തല മേഴത്തൂരിൽ ഇടിഞ്ഞു വീണ വിറകുപുരയുടെ ചുമരിനടിയിൽപ്പെട്ട് തൊഴിലാളി മരിച്ചു. മേഴത്തൂർ കരുവായിൽ സ്വദേശി വളയത്താഴത്ത് വീട്ടിൽ 62 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. ബുധനാഴ്ച കാലത്ത് 11 മണിയോടെയായിരുന്നു അപകടം. മേഴത്തൂർ കുന്നത്തുകാവിൽ അമ്മത്തിൽ സുകുമാരന്റെ വീട്ടിലെ വിറകുപുര പൊളിക്കാനെത്തിയതായിരുന്നു ഉണ്ണികൃഷ്ണനും 3 തൊഴിലാളികളും. ജോലിക്കിടെ വിറകുപുരയുടെ ജനൽ ഊരിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ 6 അടിയോളം ഉയരമുള്ള മൺകട്ട കൊണ്ട് നിർമ്മിച്ച ചുമർ പൊളിഞ്ഞു വീഴുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കമിഴ്ന്നു വീണ ഉണ്ണികൃഷ്ണന്റെ മുകളിലേക്കാണ് ചുമർ അടർന്നു വീഴുന്നത്. വിവരമറിഞ്ഞോടിക്കൂടിയ നാട്ടുകാരും മറ്റും ചേർന്ന് മൺകട്ടകൾ മാറ്റി ഉണ്ണികൃഷ്ണനെ പുറത്തെടുത്ത ശേഷം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി 11 മണിയോടെ മരണത്തിന് കീഴടങ്ങി. തൃത്തല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാവ്യ നൃത്താവിഷ്കാരവും ഉണ്ടായിരുന്നു. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനമാണ് ആരംഭിച്ചിരിക്കുന്നത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും കാവ്യ നൃത്ത ആവിഷ്കാരവും കലാമണ്ഡലം ഐശ്വര്യ നിർവഹിച്ചു. തന്റെ കൂടെ ഇരിക്കുന്ന ഫ്രണ്ടിന്റെ സങ്കടവും അല്ലെങ്കിൽ അവളുടെ സന്തോഷവും അല്ലെങ്കിൽ അവന്റെ ആ ഒരു വികാരം എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് കൂടെ ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളിലും അല്ലെ, എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടാവുക എന്നത് തന്നെയാണ്. അപ്പൊ ഈ പഠന വിഷയങ്ങളിലും ഒപ്പം നമ്മുടെ കലാവിഷയങ്ങളിലും ജാതിയും മതവും വർണ്ണവും ഒന്നുമില്ല കേട്ടോ. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചൊരു സ്റ്റുഡന്റ് ജംഷീന നല്ലൊരു ഡാൻസറാണ്, ഫിലിമിലൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ കണ്ടില്ലേ പ്രിൻസ് ആൻഡ് ഫാമിലി മൂവി കണ്ടോ? അതെന്റെ ഫ്രണ്ടാണ് നായിക. കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞ കുട്ടിയാണ്. നരിവേട്ടയിലെ നായിക നമ്മുടെ ടീച്ചർ മോളാണ്. അപ്പൊ അങ്ങനെ
ഒരുപാട് പേര് കലയിൽ നിന്നും സിനിമയിലേക്കും പുതിയ മേഖലകളിലേക്കും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത് പട്ടണം റഷീദ് സാറാണ് എന്റെ മുഖത്ത് മേക്കപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഡാൻസില്. അപ്പൊ നമ്മള് അത്രയും ഈ കലയോടും ഒപ്പം പഠനത്തിന് UGC നെറ്റ് പെർഫോമിംഗ് ആർട്സ് കരസ്ഥാക്കിയിട്ടുണ്ട്. JRFന് 2% പോയി. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്ന ഒറ്റ കാര്യമല്ലോ, പഠനവും കലയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. PTA പ്രസിഡന്റ് മുഹമ്മദ് അലി മറ്റന്തളം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഷീജ ആമുഖ പ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപകൻ സുന്ദരൻ, PTA വൈസ് പ്രസിഡന്റ് NK റാസി, അധ്യാപകരായ സുനില, ബിനു, ജയശ്രീ, സിന്ധു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കലാമണ്ഡലം ഐശ്വര്യയ്ക്കുള്ള വിദ്യാലയത്തിന്റെ ഉപഹാരം പ്രധാനാധ്യാപകൻ സമ്മാനിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും പൂതപ്പാട്ട കവിതയുടെ നൃത്താവിഷ്കാരവും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗവും സ്ഥലം മാറിപ്പോകുന്ന SHOയ്ക്ക് ആദരവും നൽകി. സ്ഥലം മാറിപ്പോകുന്ന പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ R. കുമാറിനെ ജാഗ്രതാ സമിതി അംഗം അഡ്വക്കേറ്റ് ഭാസ്കരൻ പൊന്നാട അണിയിച്ചു. ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ വെച്ച് ഓഗസ്റ്റ് 31 ഓണാഘോഷം നടത്താൻ യോഗം തീരുമാനിച്ചു. കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ T. അരവിന്ദ്, ബീറ്റ് ഓഫീസർമാരായ RG രജിത്ത്, സുരേഷ് കുമാർ, ജാഗ്രതാ സമിതി അംഗങ്ങളായ ബഷീർ തങ്ങൾ, മോഹൻ മഞ്ചേരി, PU എഡ്വി, സുരേഷ്, സുനിത, ഷക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ NCCയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനവും റാങ്ക് സെറമണിയും സംഘടിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ പുതിയ വർഷത്തെ സീനിയർ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങും അനുമോദന സദസ്സുമാണ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ആർമിയിൽ കമാൻഡിംഗ് ഓഫീസറായി നിയമനം ലഭിച്ച മുൻ NCC കേഡറ്റ് S. മാധവ്, അഗ്നിവീർ അംഗമായ കേഡറ്റ് PM അനഘ, ഇന്ത്യൻ വായുസേനയിൽ എയർമാനായി നിയമനം ലഭിച്ച കേഡറ്റ് അജിത് കൃഷ്ണൻ എന്നിവർക്കാണ് അനുമോദനം ഒരുക്കിയത്. മുഹമ്മദ് മോസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. NCC നമ്മുടെ രാജ്യത്ത് മാതൃകയായ ഒരു പദ്ധതിയാണ്. വിദ്യാർത്ഥികളിൽ ചെറുപ്പക്കാരികളിൽ അച്ചടക്ക ബോധമുണ്ടാക്കുകയും രാജ്യസ്നേഹം വളർത്തുകയും സന്നദ്ധ സേവനത്തിന് തയ്യാറാവുകയും സ്വന്തം കാര്യങ്ങളെക്കാളപ്പുറത്ത് രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായ രീതിയിൽ ഡിസിപ്ലിനോടുകൂടി മുന്നോട്ട് വരികയും ചെയ്യുന്ന വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് അഭിമാനകരമായ രീതിയിൽ NCCയുടെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് വിശദമായ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയാണ്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് NCC സഹായിച്ചു. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാം. അത് NCCയിൽ നിന്ന് ആർമിയിലേക്ക് പോയവർ മാത്രമല്ല, മറ്റു പലരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വൺസ് ഈ ട്രെയിനിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫിനാകെ അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ പുതിയ കാലഘട്ടത്തിൽ ഉത്തരവാദിത്ത ബോധം, സാമൂഹ്യ ബോധം, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും വേദനകളും തിരിച്ചറിഞ്ഞുകൊണ്ട് സന്നദ്ധ സേവനത്തിൽ ഇറങ്ങുക. കേരള NCC ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേണൽ സിജി പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ MR രശ്മി അധ്യക്ഷയായിരുന്നു. ലഫ്റ്റനന്റ് റാങ്ക് ലഭിച്ച NCC ഓഫീസർ ഡോക്ടർ A. പ്രമോദിനെയും ചടങ്ങിൽ ആദരിച്ചു. സുബേദാർ രമേഷ് കുമാർ, മുൻ NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ P. അബ്ദു,
IQAC കോർഡിനേറ്റർ VT അബ്ദുൾ റഷീദ്, PTA സെക്രട്ടറി ഡോക്ടർ KK റസീന, അച്ചടക്ക സമിതി കൺവീനർ KB റോയ്, കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ A വാസു, സ്റ്റാഫ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ A മുഹമ്മദ് ഷാ, NCC അലുമിനി പ്രസിഡന്റ് ഷെരീഫ് തുമ്പിൽ, വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധി നന്ദകിഷോർ, സീനിയർ അണ്ടർ ഓഫീസർ നിരഞ്ജൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്ക് ചർക്കയുടെ ആദരം. ദേശീയ അംഗീകാരം നേടിയ കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്കാണ് ചർക്കയുടെ നേതൃത്വത്തിൽ ആദരം ഒരുക്കിയത്. ദേശീയ പുരസ്കാരത്തിന് പുറമെ സംസ്ഥാന സർക്കാരിന്റെ കൈക്കാൽഫ് പുരസ്കാരവും കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ തേടിയെത്തിയിരുന്നു. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന ജീവനക്കാർക്കാണ് ചർക്കയുടെ ആദരം നൽകിയത്. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തൂർ ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും ജോലിക്കാരുടെ കുറവ് വരുമ്പോൾ അവിടേക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് പോരാട്ടം നടത്തിയാണ് തുടക്കം കുറിച്ചത്. അതിനുശേഷം നമുക്കിവിടെ ഡോക്ടർ വന്നൂടെ ജില്ലാ മേഡം വന്നു. അവർ നന്നായിട്ട് തന്നെ ആ കാര്യത്തിൽ സഹായിച്ചിട്ട് ആശാ മേഡവും കുറച്ചു കാലം ചാർജ് എടുത്തു. നന്നായിട്ട് അത് കേട്ടത്. ഇനിയിപ്പോൾ പൊതു ഡോക്ടറാണ് ഇവിടെ മെഡിക്കൽ ആശുപത്രി കൊണ്ടിരുന്നത്. ഇതിൻ്റെ അടുത്തുള്ള നടന്നുപോണ ദൂരമുണ്ട്. എൻ്റെ വീട്ടിൽ നയക്കാൻ വേണ്ടിയിട്ട് 1 വർഷക്കാലം സർവീസിലുള്ള ഈ 1 വർഷക്കാലം ഒത്തൊരുമിച്ച് പെൻഷനായിട്ട് പോകും പറ്റില്ല. അപ്പോൾ വളരെ ഉഷാറായിട്ട് ഇനിയും ഒരു അംഗീകാരം കാണാൻ വേണ്ടി. അതോടൊപ്പം ഈ ഹോസ്പിറ്റലിലെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ വൃത്തികളുണ്ട്. അതൊക്കെ എല്ലാവരും കൂടി നല്ല ശ്രദ്ധിച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ ഈ ഹോസ്പിറ്റലിനെ ഇനിയും നമ്മുടെ സൽപ്പേര് നേരത്തെ കൊണ്ടുപോകാനുള്ള പ്രതിജ്ഞ എടുത്ത് മുമ്പോട്ട് പോയി നടത്തിയിരിക്കുകയാണ്. നേരത്തെ ചർച്ചയെക്കുറിച്ചും അതോടൊപ്പം ചർച്ചയെക്കുറിച്ചും ഇപ്പോൾ പറയണ്ട. ചർക്കയുടെ ജീവകാരണ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. കുറേ സാമ്പത്തിക പിന്നോക്കം സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ HMC ഹരിദാസൻ ഇതിന്റെ കാര്യം നഷ്ടപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ നീക്കിയിരിക്കേ. ഇപ്പൊ ദിവസം രാവിലെ അദ്ദേഹം കൊപ്പത്തേക്ക് ചർക്കയുടെ വണ്ടി ദിവസം കാണാറ്. ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി അധ്യക്ഷനായിരുന്നു. ഇത്തരത്തിലുള്ള പബ്ലിക് സ്പേസുകൾ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ നമ്മളതൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഏറ്റവും അവസാനം കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. അത്ര പോരായ്മകൾ മാത്രം നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ പോരാ, മറിച്ച് നമ്മുടെ നാടിന്റെ ആരോഗ്യ മേഖല ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്ന പുരോഗതി നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്യണം. അതിന് പിന്നിലെ അനിയത പ്രവർത്തകരെ ആദരിക്കണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ചർക്ക എന്ന സംഘടന ഇത്തരമൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. NQAS എന്ന അംഗീകാരം ഞാൻ അതിനെ സംബന്ധിച്ച് കൊപ്പം ഹോസ്പിറ്റലിൽ കിട്ടിയപ്പോഴാണ് ഞാൻ അതിന്റെ ഒരു മഹത്വം മനസ്സിലാക്കി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പുരസ്കാരദാനം നിർവഹിച്ചു. ഇ മുസ്തഫ, ഡോക്ടർ മൊയ്തീൻ, ഡോക്ടർ ഗീത, ഡോക്ടർ ലീനാകുമാരി, ഡോക്ടർ ആശ ജലാൽ, AP രാമദാസ്, റഷീദ് കൈപ്പുറം, M രാധാകൃഷ്ണൻ, TK ഷുക്കൂർ, T റിയാസുദ്ദീൻ, AK മുസ്തഫ, രവി സരോവരം, സേതു കോടനാട്, S അജീവ് കുമാർ, ഹമീദ് പാറക്കൽ, ഷെഫീന ഷുക്കൂർ, ഇസ്മയിൽ വിളയൂർ, CP മുസ്തഫ, ഹരിദാസ് കൊപ്പം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തി ഹിരോഷിമ ദിനം ആചരിച്ചു. ദിനാചരണം പ്രിൻസിപ്പൽ NB ഷെൽജ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ അബുൽ ഫസലു, രഞ്ജിത്ത്, സുരേഷ് എന്നിവർ സംസാരിച്ചു. NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ മേഴത്തൂർ അങ്ങാടിയിൽ യുദ്ധവിരുദ്ധ റാലിയും യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. വളണ്ടിയർ ലീഡർ അഭിനവ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വളണ്ടിയർ ലീഡർമാരായ കൃഷ്ണജ, പാർത്ഥിവ് എന്നിവർ നേതൃത്വം നൽകി. ചരമം. ഞാങ്ങാട്ടിരി മാട്ടായ അരിഞ്ഞൽ പറമ്പിൽ സുനിൽദാസ് ഭാര്യ സുചിത്ര നിര്യാതയായി. 35 വയസ്സായിരുന്നു. CCTV സർവീസ് സെക്ഷൻ ടെക്നീഷ്യൻ AP രാമദാസിന്റെ സഹോദരന്റെ ഭാര്യയാണ്. രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് 2 ആഴ്ചയോളമായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇവർ. സനൈദാസ്, സജയ്ദാസ് എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.